തൃശൂരിലെ കോൺഗ്രസ് തോൽവിയിലും DCCയിലെ കൂട്ടത്തല്ലും ഒടുവിൽ നടപടി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും UDF കൺവീനർ MP വിൻസെന്റിനും സ്ഥാനം നഷ്ടമാകും. നിയുക്ത MP VK ശ്രീകണ്ഠനായിരിക്കും DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല. അതിനിടെ കോഴിക്കോട് K മുരളീധരനെ പിന്തുണച്ച് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടു. കനത്ത തെരഞ്ഞെടുപ്പ് തോൽവിയും കോൺഗ്രസിന് തന്നെ നാണക്കേടായ കൂട്ടത്തല്ലിലും കർശന നടപടി വേണമെന്ന് ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചതോടെയാണ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനെയും UDF ചെയർമാൻ MP വിൻസെന്റിനെയും മാറ്റാൻ നടപടി തുടങ്ങിയത്. പകരം ബെന്നി ബെഹന്നാന് ചുമതല നൽകാൻ ആലോചിച്ചെങ്കിലും വിസമ്മതിച്ചതോടെയാണ് VK ശ്രീകണ്ഠന് ചുമതല നൽകുന്നത്. DCC പ്രസിഡന്റിനെ ഡൽഹിയിലേക്ക് വിളിച്ചു വരുത്തി നേതൃത്വം വിശദീകരണം തേടിയിരുന്നു. തൃശൂർ, ആലത്തൂർ മണ്ഡലങ്ങളിലെ തോൽവി സംബന്ധിച്ച് പരിശോധിക്കാൻ അന്വേഷണ കമ്മീഷനെ KPCC നിയോഗിക്കും. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് കൂടി അടിസ്ഥാനപ്പെടുത്തി കൂടുതൽ പേർക്കെതിരെ നടപടി സ്വീകരിക്കുന്നതും ആലോചനയിലുണ്ട്. മുൻ MP TN പ്രതാപൻ, AICC അംഗം അനിലക്കര എന്നിവർക്കെതിരെയും നടപടി വേണമെന്ന ആവശ്യം പ്രവർത്തകർക്കിടയിൽ ശക്തമാണ്. K മുരളീധരന്റെ കടുത്ത നിലപാടും നേതാക്കൾക്കെതിരായ നടപടിയുടെ ആക്കം കൂട്ടി. അതിനിടെ K മുരളീധരന് വേണ്ടി കോഴിക്കോട് ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു. നയിക്കാൻ നിങ്ങളില്ലെങ്കിൽ ഞങ്ങളുമില്ലെന്നാണ് പോസ്റ്ററിലുള്ളത്. കോഴിക്കോട്ടെ കോൺഗ്രസ് പ്രവർത്തകർ എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 24 തൃശൂർ.